പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ പല മലയാള മാസങ്ങളും മേടം, ഇടവം, കർക്കിടകം, ചിങ്ങമൊക്കെ 31, 32 തീയതി വരെ വരാറുണ്ട്. പക്ഷെ ധനുമാസം വളരെ ചുരുങ്ങിയ മലയാള ദിനങ്ങളേ ഉള്ളൂ. ധനു 28 വരെ മാത്രമേ ധനുമാസമുള്ളൂ. പിന്നെ മകരം 1 കഴിഞ്ഞു. മകരം 1 എന്ന് വെച്ചാൽ 2025 ജനുവരി 14 തീയതി. മകരമാസമാകുന്നു ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യം വരുന്ന മാസങ്ങൾ. മകരമാസം മുതൽ മിഥുനൻ രാശി വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസമായി നാം കണക്കാക്കുന്നത്. അതോടുകൂടി സൂര്യൻ ബലവാനാവുകയാണ്. ആ ഉച്ചബലത്തിൻ്റെ പൂർണ്ണതയാകുന്നു മേടമാസം. മേടം 10-നാണ് സൂര്യൻ്റെ അത്യുച്ചം, നാം 10-ാം ഉദയം എന്നൊക്കെ പറയുന്നത്. അതിനാൽ ഇവിടെ ഈ വാരഫലം നാം കേവലം 6 ദിവസങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ധനുമാസം 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള, അതായത് 2025 ജനുവരി 8 മുതൽ ജനുവരി 13 വരെയുള്ള, ബുധനാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 6 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി. മേടൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചന്ദ്രൻ, 2-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 11-ാം ഭാവത്തിൽ ശനി, ശുക്രൻ, 12-ാം ഭാവത്തിൽ രാഹു. ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശ്യധിപനായ ഗ്രഹം ചൊവ്വ ദുർബലമായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. പക്ഷേ ഇന്ന് രാശിയിൽ ബലവാനായി ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. ആ ചന്ദ്രൻ ഉച്ചാരോപിയാണ്, ഉച്ചത്തിലേക്ക് പോകുന്ന ചന്ദ്രനാണ്. ആ ചന്ദ്രൻ വ്യാഴത്തിന് ഒരു സുലഭായോഗം കൊടുക്കുന്നു. ജീവേ അർത്ഥധർമ്മ സുഖഭാഗ് നൃപപൂജിത എന്നാണ് സുലഭായോഗത്തിൽ ചന്ദ്രൻ്റെ 2-ൽ വ്യാഴം വരുമ്പോഴുള്ള പ്രത്യേക ഫലം. അർത്ഥധർമ്മ സുഖഭാഗ്, അർത്ഥം ധനമാണ്, ധർമ്മം ധാർമ്മിക മതപരമായ പ്രവർത്തനങ്ങൾ, സുഖം പ്രാപിക്കുക, നൃപപൂജിത രാജാവ് പൂജിക്കുക. അതിനാൽ പ്രായണ മേടൻ രാശിക്കാർ സഹോത്ഥാഗ്രജ, തൻ്റെ സഹോദരങ്ങളിൽ മൂത്ത ആളാകുന്നു. കുടുംബത്തിലും ഒരു പ്രാമാണ്യം വരും ഈ ഒരു വാരം. അതിനപ്പുറത്ത് തൻ്റെ കർമ്മമേഖല, താൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ തന്നെ തനിക്ക് ഒരു നേതൃത്വം, ലീഡർഷിപ്പ്, തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നൊരവസ്ഥ മേടൻ രാശിക്കാർക്ക് സംജാതമാകുന്നു ഈ ഒരു വാരം. ഒരു നല്ല യോഗമാണ് സുലഭായോഗം. ഒരു പരിവർത്തന യോഗമുണ്ട്. ചന്ദ്രൻ ചൊവ്വാക്ഷേത്രത്തിലും ചൊവ്വ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലും പരസ്പരം ഗ്രഹങ്ങൾ പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്ന പരിവർത്തന രാജയോഗവുമുണ്ട് ഈ ഒരു വാരക്കാലം മേടൻ രാശിക്കാർക്ക്. മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സഹോദര ഗുണം കൂടുന്നു. 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് സൂര്യനോടുകൂടി. സഹായികൾ, സഹോദരങ്ങൾ, ഇവരെ കൊണ്ടൊക്കെ നല്ല അനുഭവങ്ങൾ മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു വാരത്തിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വ്യാപാരികൾക്ക് വളരെ നല്ല സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, ധർമ്മദൈവ സങ്കേതത്തിൽ മകരം 1-ാം തീയതി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ധർമ്മദൈവത്തിൻ്റേത് നിങ്ങൾ വാങ്ങണം. ധർമ്മദൈവങ്ങളെ ചിന്തിക്കുന്ന ഗ്രഹമാണ് മേടൻ രാശിയിൽ വന്നു നിൽക്കുന്നത്. ശക്ത്യാ പാണിതലേങ്കി തോതി ചബലഹ, ശക്ത്യാ പാണിതലെ, ഉള്ളംകൈയിൽ ശക്തി ദേവത ഉള്ളവരാകുന്നു മേടൻ രാശിക്കാർ. അതിൻ്റെ പൂർണ്ണത ഈ ഒരു വാരത്ത് വരും. അതിനാൽ തങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ എല്ലാ വഴിപാടുകളും ചെയ്യുക. ഭദ്രകാളി സേവ ചെയ്യുന്നതും വളരെ ഗുണമാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും മേടം രാശിക്കാർക്ക്. നല്ലൊരു സമയമാണ് മേടൻ രാശിക്കാർക്ക്. ഇവിടെ ചൊവ്വയും വക്രിയായിട്ട് മിഥുനത്തിലേക്ക് കയറി വരികയാണ്. പക്ഷേ മിഥുനത്തിലേക്ക് വരുന്നില്ല. വക്രിയായതുകൊണ്ട് കുറേ ഗുണങ്ങളും ആ ചൊവ്വയും തരും. പൂർവികമായ സ്വത്ത് വിൽക്കാം, അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന ഭൂമി വാങ്ങാം. അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം മകരമാസത്തിലേക്ക് നിങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കണം. ഇതൊക്കെ തയ്യാറാക്കി വളരെ അനുകൂലമായി വരട്ടെ എന്ന് മേടൻ രാശിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി ചെയ്യുക. ശത്രുസംഹാര കുരുതി ചെയ്യുക. കർമ്മതടസ്സം മാറാൻ കർമ്മമുട്ടും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല 6 ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ
45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. മേടം രാശിയിൽ വ്യാഴമുണ്ട്, 3-ാം ഭാവത്തിൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ, 10-ാം ഭാവത്തിൽ ശുക്രൻ ശനി, 11-ാം ഭാവത്തിൽ രാഹു. ഗാർഹികമായ അന്തരീക്ഷം അത്ര സുഖമായിരിക്കുകയില്ല ഇടവൻ രാശിക്കാർക്ക്. തൻ്റെ അധീനതയിൽ താൻ ശ്രദ്ധിക്കേണ്ട ആളുകൾ, ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ നിൽക്കുന്ന അഷ്ടമത്തിലാണ്. വീട്, കുടുംബ പശ്ചാത്തലം, വാഹനം, ആഡംബരങ്ങൾ, വെള്ളം, ജലാശയങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ 4-ാം ഭാവാധിപൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ ഇവരൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് വളരെ ദുർബലമായി അഷ്ടമത്തിൽ നിൽക്കുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴവും അത്ര സുഖകരമായ ഒരു അന്തരീക്ഷം സംജാതമാക്കില്ല. കണ്ടക ശനിയുണ്ട്, ജന്മവ്യാഴമുണ്ട്. അതിനാൽ ഇടവൻ രാശിക്കാർ ഈ ഒരു വാരത്തെ 6 ദിവസക്കാലം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വൈകല്യവാനായ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു. സഹോദര ഗുണം വളരെയധികം കുറയും. ഭാര്യയോടുള്ള താല്പര്യം കുറയുന്ന വാരമാകുന്നു. ന ചാപ്നോധികാമം പ്രിയ അല്പപ്രിയത്വം, തൻ്റെ പ്രിയപ്പെട്ടവരോട് ഭാര്യയോട് അല്പപ്രിയത്വം, വളരെയധികം ഇഷ്ടക്കേടുകൾ വരുന്ന വാരമാണ്. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ മാനസികമായി തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇവിടെ ഈ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ. ശത്രുക്കളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണം. അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചിട്ട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. പലപ്പോഴും വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരിക, ഭാര്യയെ ഉപേക്ഷിച്ച് മാറി താമസിക്കേണ്ടി വരിക, ജോലി സംബന്ധമായ വിഷയത്തിൽ അന്യദേശത്ത് പോയി മാനസികമായ അസ്വസ്ഥത തൻ്റെ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടാകില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ധാരാളം വരും. അതിനപ്പുറത്ത് ശ്രദ്ധിക്കണം. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ പിഴച്ച ഭാരമാണ് ഇടവൻ രാശിക്കാർക്ക്. വിജിലൻസിൻ്റെ അന്വേഷണം വരിക, പിടിക്കപ്പെടുക, അങ്ങനെ കൈക്കൂലിക്കാരനെന്ന പേര് സമ്പാദിക്കും ഈ ഒരു വാരത്ത്. വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, രേഖകളെല്ലാം തന്നെ തൻ്റെ കൈവശത്തിൽ നിന്നും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇടവൻ രാശിക്കാർ. ഇവിടെ പരിഹാരമായി നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കണം. അതേ രീതിയിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കണം. കർമ്മമേഖല ശാന്തമായിരിക്കും, മറ്റെല്ലാ മേഖലകളും അശാന്തമാണ്. വളരെയധികം ശ്രദ്ധിക്കുക, പരിഹാരങ്ങൾ ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന ആ മന്ത്രത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കഴിയുന്നതാണ്. ഓം നമഃ ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ആദിത്യഹൃദയ മന്ത്രവും ജപിക്കുക. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു 6 ദിവസക്കാലം പ്രാർത്ഥിക്കുന്നു. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ 6 ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 9-ാം ഭാവത്തിൽ ശനി ശുക്രൻ, 10-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ാം ഭാവത്തിൽ വ്യാഴം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ്. തൻ്റെ വാക്പതിയായ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് വരുന്നു, നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. അതൊരു നല്ല നിമിത്തമാണ്. ധനസമ്പാദനം, ധനം വരിക, അത് പ്രഭാഷണത്തിലൂടെയാകാം, അല്ലെങ്കിൽ യാത്രയിലൂടെയാകാം. തനിക്ക് അതിലൂടെ സാമ്പത്തികമായ ഒരു ഔന്നത്യം വരുന്ന വാരമാകുന്നു. 2-ാം ഭാവം നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും കാശ് കൈവൽ വന്നാൽ കുരങ്ങിന് മാല കിട്ടിയതുപോലെ നഷ്ടപ്പെടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ ധനാധിപൻ ബലവാനായി ചന്ദ്രൻ 11-ാം ഭാവത്തിൽ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ചന്ദ്രൻ്റെ 2-ൽ വ്യാഴമുണ്ട്, സുലഭയോഗമുണ്ട്. അതിനാൽ സാമ്പത്തികമായ നല്ല ചില പദ്ധതികൾ, സാമ്പത്തികമായ രീതിയിൽ തനിക്ക് ധനം കൈവരിക, അത് ശ്രദ്ധിക്കണം. ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി, ഹൗ ടു സ്പെൻഡ് ദ മണി, ഹൗ ടു സേവ് ദ മണി, അതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. വിവാഹ തീരുമാനങ്ങൾ വളരെ അനുകൂലമായി വരുന്നു. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹമായ ബുധനുണ്ട്. സൗമ്യ വിവാഹ ഘടന, ലഗ്നാധിപൻ രാശിധിപനായ ബുധനാണ് 7-ാം ഭാവത്തിൽ വരുന്നത്. അതിനാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടാർത്ഥ ലാഭ, തനിക്ക് നഷ്ടപ്പെട്ട ധനം കൈവരുവാനുള്ള സമയമാണ്. പലപ്പോഴും ലോട്ടറിയിലേക്ക് മുതലായത് ആകസ്മികമായി തൻ്റെ കൈവശം വന്നു ചേരുന്നു. വിദേശയാത്ര സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം, തനിക്ക് വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും തനിക്ക് ലാഭം വരുന്നു. അതിനാൽ പലപ്പോഴും വിദേശയാത്ര പ്ലാൻ ചെയ്യാം, അതിലൂടെ നല്ല നന്മകൾ പ്രദാനം ചെയ്യും. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അവരുടെ യാത്ര, അവരുടെ പഠന വിഷയം, ഇതൊക്കെ തന്നെ നിങ്ങൾ തയ്യാറാവുക. ആകെ
ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന വ്യാഴം, കർമ്മമേഖല ചിന്തിക്കേണ്ടുന്ന വ്യാഴം ഇത് ദുർബലമായി 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ വ്യാഴാഴ്ചകളിൽ പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. പല രീതിയിലും നല്ല സൗഹൃദങ്ങൾ, അതിലൂടെ ഗുണം, വിദേശത്തുള്ള സുഹൃത്തുക്കളുടെ സാമ്പത്തികമായ നല്ല ഒരു സ്റ്റേബിളായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും ഈ ഒരു ബുധൻ്റെ മാറ്റം. പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.